ഏതെങ്കിലും തരത്തിൽ അവനവന് വേണ്ടി മാത്രമുള്ള ആകുലതയല്ല, അവനവൻ പാർക്കുന്ന പരിസരത്തെക്കുറിച്ചുള്ള ആകുലതയാണ് ഈ നോമ്പിൻ്റെ ഇന്ധനം. മനുഷ്യരുടെ വ്യസനങ്ങളുടെ നാഴികകൾക്കകത്ത് ഈ ഉണർന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്രകാശം നമ്മൾ വിളിക്കുന്ന വാക്ക് കമ്പാഷൻ എന്നാണ്. ഇങ്ങനെ ആത്മാവിൻ്റെ വസന്തകാലമാണ്. ഒരു നുള്ള് ചാരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തീനാളത്തിലേക്കുള്ള ഒരു 19 ദിവസം. ഗുരുയണത്തിലേക്ക് സ്നേഹവന്ദനം. ഒരു 50 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. 50 ദിവസം ഇങ്ങനെ കൊച്ചു കഥയല്ല, കൊച്ചു കളിയല്ല. ഒരു ഹാബിറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളത് കേട്ടിട്ടുണ്ട്. ഒരാൾക്ക് അയാളുടെ ഒരു സ്വഭാവ പ്രത്യേകത രൂപപ്പെടാനും ചിലതിനെ ഒഴിവാക്കാനും ഒരു 3 ആഴ്ച മതി എന്നാണ് പറയുന്നത്. 21 ദിവസം. നിങ്ങളൊരു കാര്യത്തിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്തൊരു മുക്തി ഉണ്ടാവുമെന്നോ, ഒരു കാര്യം ആരംഭിച്ചെന്നാൽ അത് തുടർച്ച ഉണ്ടാവുമെന്നൊക്കെ ഒരു വിചാരമുണ്ട്. എക്സാക്ട് ഒരു 21 ദിവസം നടത്തില്ല ഈ പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്നൊരു കൺസ്ട്രക്റ്റീവ് ബ്രേക്ക് കൊണ്ട് വലിയ വ്യതിയാനം ജീവിതത്തിലുണ്ടാകും. അങ്ങനെ ഒരു കൺസ്ട്രക്റ്റീവ് ബ്രേക്ക് ആയിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു 50 ദിവസങ്ങൾ. ലെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ആ വാക്കിൻ്റെ എത്തിമോളജി പരിശോധിച്ച് ചെല്ലുമ്പോൾ വസന്തം എന്നർത്ഥം വരുന്ന ഒരു വാക്കാവുള്ള ഒരാളുടെ ആന്തരിക ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഋതുവായിട്ട് ഇതിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്ത് വലിയ വ്യതിയാനം ഉണ്ടാവുന്നു. എൻ്റെ ഏറ്റവും നല്ലത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ദ ബെസ്റ്റ് ഓഫ് മീ ഇസ് നോട്ട് ടച്ച്. അതാണ് എല്ലാ ആന്തരിക ഡിസിപ്ലിൻ്റെയും ഏറ്റവും അടിസ്ഥാന വിചാരം. ആ നല്ലത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ, ഏറ്റവും നല്ലത് ഇനിയും രൂപപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. ഒരു നുള്ളു ചാരത്തിലാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഈസ്റ്റർ രാത്രിയിൽ ഇങ്ങനെ നമ്മളിതിനെ കനലിനെ ഊതിയെടുക്കുക. ഈസ്റ്റർ ഫയർ എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം, ആചാരമുണ്ട്. തീ ഇങ്ങനെ ആളിക്കത്തുകയാണ്. അതിനകത്തുനിന്നാണ് ഈ പാസ്കൽ ലാമ്പ് എന്ന് പറയുന്ന ആ മെഴുതിരി കത്തിക്കുന്നത്. അതേ മെഴുതിരി കത്തിച്ചിട്ടാണ് ഈ ജലത്തെ നമ്മൾ ബ്ലസ് ചെയ്യുന്നത്. അതറിങ്ങനെ ഇറക്കി അതിനകത്തുനിന്നാണ് ഒരു തിരിതെളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി അടുപ്പ് വാതകം കത്തിക്കുന്നത്. യൂറോപ്പിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നെരിപ്പോട് കത്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കെടാവിളക്ക് കത്തിക്കുന്നത് തിരുഹൃദയത്തിനിടയിൽ. അപ്പോൾ ചാരത്തിൽ നിന്ന് കനലിലേക്കുള്ള സഞ്ചാരം. ഇങ്ങനെ ആളിക്കത്താൻ വേണ്ടി ക്ഷണമുള്ള മനുഷ്യങ്ങൾ. പെന്തക്കോസ്തയിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, അവരുടെ ശിരസ്സിന് മീതെ ഇങ്ങനെ തീനാളങ്ങൾ എഴുതി നിന്നു. ആളിക്കത്തിൻ്റെ മനുഷ്യ, ആളിക്കത്തുന്ന മനുഷ്യ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്രിസ്തീയ ആരാധനകളിൽ ഇങ്ങനെ മെഴുതിരി വന്നെന്നൊക്കെ പറഞ്ഞ് ഒരു വായനയൊക്കെ ഉണ്ട്. ഓരോ തിരുനാളവും പറയുന്നത് ഇങ്ങനെ ശിരസ്സിൽ തീനാളം കൊണ്ടു നടക്കുന്ന മനുഷ്യയെക്കുറിച്ചാണ്. ചാരത്തിൽ നിന്ന് കനലിലേക്ക്, ഉയർപ്പിലേക്കുള്ള സഞ്ചാരമാണ് ഈ 50 ദിവസങ്ങൾ. ഇതിങ്ങനെ കേവലം ഭക്ഷണ ക്രമീകരണമൊക്കെ ആയിട്ട് നമ്മളതിനെ ചുരുക്കി എന്നുള്ളത് നൊയമ്പിൻ്റെ അരൂപിക്ക് നിരക്കാത്തൊരു കാര്യമാണ്. ഒരിടത്ത് പോലും അതങ്ങനെ ആയിരുന്നില്ല. ഇതിന് പഴയ നിയമത്തിൽ പോലും അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു ഇതിനകത്തൊക്കെ കുറേ കൂടി ഭംഗിയും മനുഷ്യപ്പറ്റും ആർദ്രതയൊക്കെ കൊണ്ടുവന്ന യേശുവാണെന്ന്. ഇല്ല. ഒരു പഴയ നിയമത്തിൻ്റെയൊക്കെ ഒരു തുടർച്ച എടുക്കുമ്പോൾ പോലും യേശയാണ് ഒരുപക്ഷെ ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ നോമ്പുകാലത്തെക്കുറിച്ചൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഉപവാസത്തെക്കുറിച്ചൊക്കെ പറയുന്നത്. അത് യേശയുടെ പുസ്തകം 58-ാം അധ്യായത്തിൽ 6 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾക്ക് എടുത്ത് വായിച്ച നല്ലതാണ്. അതിൻ്റെ ത്രസ്റ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു പരിഗണന എന്ന് പറയുന്നത് ഇങ്ങനെ നീതിയാണ്. നുഖങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടിയുള്ളൊരു കാലമായിട്ടാണ് ഇങ്ങനെ ഉപവാസത്തെ എടുക്കുന്നത്. എല്ലാ നുഖങ്ങളും എടുത്തു മാറ്റുക, എല്ലാ കെട്ടുകളും അഴിക്കുക. ഏതെങ്കിലും തരത്തിൽ അവനവന് വേണ്ടി മാത്രമുള്ള ആകുലതയല്ല, അവനവൻ പാർക്കുന്ന പരിസരത്തെക്കുറിച്ചുള്ള ആകുലതയാണ് ഈ നോമ്പിൻ്റെ ഇന്ധനം. പല രീതിയിൽ ഇങ്ങനെ കുനിഞ്ഞു പോയ മനുഷ്യരുണ്ട്. അവരെ വീണ്ടെടുക്കാനായിട്ട് നിങ്ങൾ എന്ത് കൈസഹായം കൊടുക്കുന്നു? അവരെ നേരെ നിൽക്കാനായിട്ട് നിങ്ങൾ എന്ത് തരത്തിൽ സഹായിക്കുന്നുണ്ട്? ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു ബൈബിൾ പോലും ഇങ്ങനെ ചരിത്രത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതങ്ങനെ 1800-ലാണ്. സ്ലേവ്സ്, അടിമകളുടെ ബൈബിൾ എന്നാണ് പറയുന്നത്. ഒരു കരീബിയയിലെ അടിമകൾക്ക് വേണ്ടി വേദപുസ്തകം തയ്യാറാക്കേണ്ടി വന്നപ്പോൾ വേദപുസ്തകത്തിലെ ലിബറേറ്റീവായിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും എടുത്തു മാറ്റി ഒരു ചുരുക്കിയൊരു ബൈബിൾ ഉണ്ടായി. നമുക്കറിയാം,
വേദപുസ്തകത്തിന് ചെറുതും ഇങ്ങനെ പല പാരമ്പര്യങ്ങളിൽ കാത്തലിക് പാരമ്പര്യത്തിൽ ഇങ്ങനെ 73 പ്രൊട്ടസ്റ്റന്റ് പാരമ്പര്യത്തിൽ 66 ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ 78 ടെക്സ്റ്റൊക്കെ ഉള്ള വലിയ തിക്ക് ബുക്കാണ് ഈ വേദപുസ്തകം എന്നൊക്കെ പറയുന്നത്. അതിനകത്തുനിന്ന് ഈ 14 പുസ്തകവും, അതും ഭാഗികമായിട്ട് മാത്രം എടുത്തുണ്ടാക്കിയ ഒരു പുസ്തകമാണ് പിന്നീട് ഇങ്ങനെ സ്ലേവ്സ് ബൈബിൾ എന്ന് പറയുന്ന, അടിമകളുടെ ബൈബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നൊരു പുസ്തകം രൂപപ്പെടുന്നത്. ഇത് വലിയ അളവിൽ ഈ പ്രചാരത്തിലുണ്ടായിരുന്നു. അടിമകൾക്കിടയിൽ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൊടുത്ത. എന്താണ് അവർ ചെയ്ത ഏറ്റവും കഠിനമായ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത്, ഏതെങ്കിലും തരത്തിൽ ഈ നീതിബോധവുമായിട്ട് ബന്ധപ്പെട്ട് ലിബറേറ്റീവ് എന്ന് കരുതാവുന്ന എല്ലാ കാര്യങ്ങളും എടുത്തു മാറ്റി. പൂർണ്ണമായിട്ടും ഈ പുറപ്പാടിൻ്റെ പുസ്തകമില്ല. അങ്ങനെ പുറപ്പാടിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് ഇങ്ങനെ അടിമകളുടെ ലിബറേഷൻ്റെ ചരിത്രമാണ്. ഒരു 83-84 ഇങ്ങനെ ആശ്രമത്തിൽ ചേരുന്നത്. അതിങ്ങനെ ആശ്രമത്തിലൊക്കെ കുട്ടികളെന്ന നിലയിൽ പോലും നമ്മൾ സജീവമായിരുന്നൊരു വിചാരം എന്ന് പറയുന്നത് ഈ വിമോചന പ്രക്രിയ എന്ന് പറയുന്ന സംഭവം, വിമോചകനായ ദൈവം, വിമോചനായ ക്രിസ്തു എന്നൊക്കെയുള്ള ക്രൈസ്റ്റ് ലിബറേറ്റർ. ഞങ്ങളുടെയൊക്കെ ഒരു നോട്ടീസ് ബോർഡിൽ, സെമിനാർ നോട്ടീസ് ബോർഡിൽ ഒരു പോസ്റ്റർ കുറേ കാലം ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിങ്ങനെയാണ്, അവൻ ഫറവോയുടെ ദൈവമല്ല, അടിമകളുടെ ദൈവമാണ്, ഗോഡ് ഓഫ് സ്ലേവ്സ്. അപ്പോൾ ആ ടെക്സ്റ്റ് ഇങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. കാരണം ഒരു നുകവും എടുത്തു മാറ്റുക എന്നുള്ളത് എളുപ്പമല്ല. ആ പ്രക്രിയയിൽ പങ്കുചേരണ്ടെന്ന് അങ്ങ് തീരുമാനിക്കുക. ചെറുതും വലുതുമായ നുകങ്ങൾ എടുത്തു മാറ്റാനുള്ള കാലമായിട്ട് ഈ ഉപവാസത്തെ എടുത്താന്നല്ല. ഈ കൂടെ പാർക്കുന്നവർക്ക് ക്ലേശമുണ്ട്, കൂടെ പാർക്കുന്നവർക്ക് നിലവിളിയുണ്ട്. ചില എപ്പോഴും നമ്മൾ കേൾക്കണമെന്നില്ല. നമ്മൾ സയൻസിലൊക്കെ പഠിക്കുന്നതൊക്കെ ഇങ്ങനെ 20 ഹെർട്സിനും 20,000 ഇടയിലുള്ള ശബ്ദം മാത്രം നമുക്കിങ്ങനെ കേൾക്കാൻ പറ്റുകയെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഇതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള ശബ്ദങ്ങളില്ലെന്നുള്ളതല്ല. അടക്കിപ്പിടിച്ച നിലവിളികളുണ്ട്, ചിലപ്പോൾ ഉച്ചസ്ഥായിലുള്ള നിലവിളികളുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. അപ്പം അവനവൻ്റെ പരിസരത്തോട് കുറെ കൂടി നീതിബോധം പുലർത്താനായിട്ട് ഒരു കാലമായിട്ട് ഇതിനെടുത്താന്നല്ല. വേദപുസ്തകത്തിന്റെ ഏറ്റവും അടിസ്ഥാന മൂല്യമായി നീതിബോധം എന്ന് പറയുന്നത്. എന്താ നീതി എന്ന് പറയുന്നത്? ഏറ്റവും ലളിതമായ ഒരു നിർവചനം വെച്ചെന്നാൽ മേക്ക് ഷുവർ ദാറ്റ് എവരിവൺ ഹാസ് റിസീവ്ഡ് ഹിസ് ഡ്യൂ. നമ്മുടെ ഈ പരിസരത്ത് പാർക്കുന്ന, നമ്മുടെ കൺമുമ്പിൽ പെടുന്നിടത്തെങ്കിലും എല്ലാവർക്കും അർഹതയുള്ള കാര്യങ്ങൾ കിട്ടിയെന്ന് ഉറപ്പുവരുത്തുന്നതിന് വിളിക്കുന്ന നമുക്ക് ആ നീതിബോധം. ആ നീതിബോധത്തെ ഒന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള കാലമായിട്ട് നോമ്പിനെ ഒന്ന് സങ്കല്പിച്ചെടുത്താൽ നല്ലതാണ്. നീതിയുള്ള മനുഷ്യനാണ്. ഒരു കുടുംബത്തിലേക്ക് ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ കഞ്ഞി തിളക്കുമ്പോൾ ആദ്യത്തെ ഒരു കോപ്പ കഞ്ഞി ഈ പ്രായമാർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുന്നത് അവരുടെ അടുക്കലേക്ക് കൊണ്ടില്ല എന്നുള്ളതാണ് നീതിബോധം. വീടിൻ്റെയൊക്കെ ഒരു സൗകര്യത്തിന് ആദ്യം കുഞ്ഞുങ്ങൾക്ക് വിളമ്പുക, മുതിർന്നവർക്ക് വിളമ്പുക, പിന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കഴിയുമ്പോൾ നമുക്കിങ്ങനെ രോഗം ഈ പറയുന്ന കിടക്കയിലേക്ക് പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും കാണുന്നത്. അപ്പോഴേക്കും ഈ കഞ്ഞി തണുത്തിട്ടുണ്ടാകും, അവരുടെ ആ ഒരു തൊണ്ട പോലെ തണുത്തിട്ടുണ്ടാകും. തണുത്ത തൊണ്ടയ്ക്ക് തണുത്ത കഞ്ഞി നല്ലതല്ലെന്ന് ഇങ്ങനെ കൂട്ടിച്ചേർക്കണം. വെറുതെ അവനവൻ്റെ പരിസരത്തോട് പുലർത്തുന്ന ഒരു സെൻസിറ്റിവിറ്റി വീണ്ടെടുക്കുക എന്നുള്ളതാണ് നീതിബോധം. അപ്പം ആ നീതിബോധത്തിൻ്റെ ഒരു കാലമായിട്ടും ഈ കൂടെ പാർക്കുന്നവരെ ക്ലേശങ്ങൾ എടുത്തു മാറ്റാനുള്ള കാലമായിട്ടും ഒക്കെ ഉപവാസത്തെ എടുക്കുകയാണെങ്കിൽ ഈസ്റ്റർ രാത്രിയിൽ നമുക്ക് ചുറ്റുമുള്ള ചെറുതും വലുതുമായ കുറേ മനുഷ്യരിങ്ങനെ ഈ ഉയർപ്പിൻ്റെ സന്ദേശം പിടുത്തം കിട്ടും. അവർക്കും ഉയർപ്പുണ്ടാകും. പല രീതിയിൽ ഇത് ചെയ്യാവുന്ന. ഞാൻ എപ്പോഴും എൻ്റെ ജ്യേഷ്ഠനെ ഓർക്കുന്നുണ്ട്. ജ്യേഷ്ഠൻ ഈ ഒരു ദിവസങ്ങളിലാണ് ജ്യേഷ്ഠൻ്റെ ഓർമ്മ വരുന്നത്. അപ്പം അദ്ദേഹം കുറച്ച് ഉത്തരവാദിത്തമുള്ളൊരു മനുഷ്യനായിരുന്നു. ഇങ്ങനെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ പൊതുവിദ്യാഭ്യാസ ഇടത്തിൽ ADP ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു വർഷത്തിൻ്റെ ആദ്യത്തിൽ ജനുവരി മാസത്തിലൊക്കെ ആയി കഴിയുമ്പോൾ തിരുവനന്തപുരം ഇടത്തിലുള്ള ഓഫീസ് തിരുവനന്തപുരത്താണ്. തൊട്ടടുത്തുള്ള ഇടങ്ങളിലെ ഗവൺമെൻറ് സ്കൂളുകളിലും ഈ പറഞ്ഞ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ചെന്നിട്ട് അവിടുത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസിനെ കാണണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിനുവേണ്ടി ഒരു ദിവസം ഫിക്സ് ചെയ്യും. എന്നിട്ട് അവരെ പുള്ളി ഒന്ന് അഡ്രസ്സ് ചെയ്യുന്ന ഇങ്ങനെയാണ്: ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 8ാം ക്ലാസ്സിലെ പരീക്ഷ 9ാം ക്ലാസ്സിലെ പരീക്ഷ കണക്ക് ഒരു പരീക്ഷ മാത്രമാണ് 10ാം ക്ലാസ്സിലെ പരീക്ഷ. നിങ്ങൾ പഠിച്ച ഒരു പഴയൊരു സ്കീമിൽ ഈ 12 ഇല്ലായിരുന്നു, 10 വരെ ആയിരുന്നു ഉണ്ടായിരുന്നു. അന്ന് 10 വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഇപ്പം 12 കൂടി ചേർന്നിട്ട് 8 യൂണിറ്റാണ്. അതുകൊണ്ട് തന്നെ കുട്ടി 10ലായിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇത്രയും സമ്മർദ്ദവും സംഘർഷവും അനുഭവിക്കുകയോ കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ചോദിക്കും,
പിന്നെ എന്തിനാ സാറേ ഇത്രയും ഗൗരവമായിട്ടൊക്കെ ഇങ്ങനെ ഒരു SLCക്ക് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകുന്നത്? പുള്ളി ഒരു ചെറുപുഞ്ചിരിയോടെ പറയും, അത് കുട്ടികളുടെ മറുക് അടയാളപ്പെടുത്താൻ വേണ്ടിയാണ്. മറുകിപ്പോൾ നിങ്ങളുടെ കുട്ടി പരീക്ഷയ്ക്ക് തോറ്റാലും മാറാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നില്ലെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസമില്ലേ? ഈ ഒരു ആശ്വാസത്തിൻ്റെ പേരാണ് ഈ നുകം എടുത്തു മാറ്റുക എന്ന് പറയുന്നത്. പല രീതിയിൽ മനുഷ്യരെ ഇങ്ങനെ ക്ലേശങ്ങളിൽ പെട്ടു പോകുന്നുണ്ട്. അവരെ ലിബറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ചിലപ്പോൾ അവർ നമുക്ക് ബുദ്ധിമുട്ട് നൽകിയിട്ടുണ്ടാകും. അവരോട് നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല, അതിനകത്ത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിങ്ങൾക്ക് കാര്യമായൊരു പാർട്ടിസിപ്പേഷൻ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു 19 ദിവസങ്ങൾക്കിടയിൽ നമുക്ക് ഈ നുകമെടുത്ത് മാറ്റാനായിട്ടുള്ള ഒരു പ്രകാശം കിട്ടട്ടെ എന്നുള്ളത് ഒരു ശരിയായൊരു നോയമ്പ് പ്രാർത്ഥനയാണ്. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ഈ നോമ്പിന് പച്ചക്കറി കഴിക്കുക എന്ന് പറയുന്നതിനേക്കാൾ ചിലപ്പോൾ പ്രധാനം നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കുഞ്ഞു കാര്യം ഈ രാവിലത്തെ കട്ടൻ കാപ്പി വേണ്ടെന്ന് നോക്കിയാൽ. ഈ കട്ടൻ കാപ്പിക്ക് ഇപ്പം എന്താ കുഴപ്പം? കട്ടൻ കാപ്പിക്കകത്ത് ഒന്നും നമ്മുടെ ഭക്ഷണശീലവുമായിട്ട് ബന്ധപ്പെട്ട നോമ്പ് വിചാരങ്ങളിലൊന്നും വയലേറ്റ് ചെയ്യപ്പെടുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ എങ്ങനെ ഈ കട്ടൻ കാപ്പി ഉണ്ടാകുന്നത്? ഇങ്ങനെ നിങ്ങളോടൊപ്പം കിടന്നുറങ്ങുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം കിടന്നുറങ്ങുന്ന, ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീ നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു കട്ടൻ കാപ്പി തിളപ്പിക്കണമെങ്കിൽ നിങ്ങൾ എണീക്കുന്നതിനേക്കാൾ ഒരു അരമണിക്കൂറെങ്കിലും മുമ്പെങ്കിലും എണീക്കണം. എന്നാലേ നമ്മൾ ഈ പറയുന്ന കണക്ക് ഇങ്ങനെ ഊതി ഊതി കുടിക്കാനൊക്കെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന, തെല്ല് ഫലിതമായിട്ടൊക്കെ പറഞ്ഞിരിക്കുന്ന ആ കട്ടൻ കാപ്പി ഉണ്ടാവുകയുള്ളൂ. അപ്പം അത് ഒരു 19 ദിവസം വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുമിച്ച് ഇങ്ങനെ എഴുന്നേൽക്കാൻ പറ്റും. ഒരു അരമണിക്കൂർ വിശ്രമം കൂടുതൽ അവൾക്ക് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് നമുക്ക് എല്ലാ ഹാബിറ്റും ഒരു 3 ആഴ്ച വേണ്ടെന്ന് വെച്ച് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നൊരു സങ്കല്പമുണ്ട്. 21 ഡേയ്സ് എക്സാക്ട് അതങ്ങനെ 21 ഡേയ്സ് എന്നുള്ളതല്ല. പക്ഷെ എന്തിനകത്തും അങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടക്കാപ്പിന് വേണ്ടെന്ന് തന്നെ വെച്ചെന്നിരിക്കാം. നിങ്ങൾ വിചാരിക്കുകയാണ് ഇത്രയും ഗൗരവമായിട്ട് പറയേണ്ട ഒരു നോമ്പ് കാലത്തിൻ്റെ വിചാരങ്ങൾ ഈ കട്ടൻ കാപ്പിൽ എന്തിനാണ് നമ്മൾ കൊണ്ടുപോയി എത്തിക്കുന്നത്? പക്ഷേ ഇതൊക്കെ ഈ നോമ്പിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ നല്ലതാണ്. വീട്ടിലേക്ക് വരുമ്പോൾ ഗേറ്റ് തുറക്കാനായിട്ട് വാഹനം ഉപയോഗിക്കുന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾ ഹോണാണ് മുഴക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ചെന്നിട്ട് ഇങ്ങനെ ഗേറ്റ് തുറന്നുകൂടാ? അങ്ങനെ ഓരോരുത്തർക്കും ചെയ്യാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ നോമ്പിൻ്റെ ചുവടുകളായിട്ട് എടുത്താൽ നല്ലതാണ്. അല്ലാതെ എന്തെങ്കിലും ഒരു ഭയങ്കര വലിയൊരു കാര്യമൊക്കെ ഈ നോമ്പിൽ സംഭവിക്കുന്ന തെറ്റിദ്ധാരണയൊന്നും വേണ്ട. നമ്മൾ ചെയ്യുന്ന ഈ നോമ്പിനകത്ത് എന്ത് നീതിയുടെ ചുവടുകളാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ കൂടെ പാർക്കുന്ന ജീവിതത്തെ കുറച്ചുകൂടി ക്ലേശം കുറക്കുക എന്നുള്ളതൊക്കെ ഈ നോമ്പിൻ്റെ ഒരു ഫലസിദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള വിചാരമാണ്. അപ്പം വലിയ അളവിൽ ഇങ്ങനെ കരുണയുടെ കാലഘട്ടം, യേശുവിൻ്റെ അന്തിമ ദിനത്തിലേക്ക് ഒന്ന് ഓർത്തെടുത്താൽ നല്ലതായിരിക്കും. ഇങ്ങനെ പാതിരാവിലെ ഇങ്ങനെ ഗസമനിലേക്ക് പോവുകയാണ്. ഗസമൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഈ ഒലിവ് ചക്കെന്നാണ് അതിൻ്റെ അർത്ഥം. വൈൻ പ്രസ് എന്നൊക്കെ പറയുന്ന കണക്ക് തന്നെ ഈ ഒലിവുമൊക്കെ ഇങ്ങനെ ചക്കിനകത്തിട്ട് ആട്ടിയിട്ടാണ് ഇങ്ങനെ എണ്ണയും അങ്ങനെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ രൂപപ്പെടുത്തി എടുക്കുന്നത്. ഇങ്ങനെ കഠിന ക്ലേശത്തിൻ്റെ ഒലിവ് ചക്കിലെ ഒലിവ് കണക്ക്, ഈ തിരികല്ലിലെ ധാന്യമണി കണക്ക് ഒരാൾ പൊടിയാൻ പോകുന്ന ഒരു രാത്രിയാണ്. ആ രാത്രി യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പുണ്ട്. ഇത് കഷ്ടരാത്രിയാണ്, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നോടൊപ്പം ഉണർന്നിരുന്നുകൂടാ? ഒരാളുടെ കഷ്ടരാത്രിയിൽ വേറൊരാൾ ഉണർന്നിരിക്കുന്നത് കൊണ്ട് പ്രായോഗിക അർത്ഥത്തിൽ, ഭൗതിക അർത്ഥത്തിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ അതിലൂടെ കടന്നു പോകുന്ന മനുഷ്യന് ഒരു ധൈര്യമാണ്. ആ ധൈര്യം പ്രദാനം ചെയ്യണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ച് അഭിലഷിച്ച് കൂടെ കൊണ്ടുപോയവർക്ക് എന്ത് സംഭവിച്ചു? വലിയൊരു വ്യസനത്തിലാണ് ആ കഷ്ടരാത്രിയിലെ ആ ഒലിവുമരത്തോട്ടത്തിലെ പ്രാർത്ഥന അവസാനിക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് എന്നോടൊപ്പം ഉണർന്നിരുന്നില്ല? 1 മണിക്കൂർ ഉണർന്നിരുന്നില്ല. മനുഷ്യരുടെ വ്യസനങ്ങളുടെ നാഴികകൾക്കകത്ത് ഈ ഉണർന്നിരിക്കാൻ പറ്റുന്ന ഒരു പ്രകാശം നമ്മൾ വിളിക്കുന്ന വാക്ക് കമ്പാഷൻ എന്നാണ്. എപ്പോഴും ഈ കമ്പാഷനകത്ത് ഈ നമ്മുടെ നിലപാടുകളോ നമ്മുടെ ചിലപ്പോൾ ഇടപെടലുകൾ കൊണ്ടോ വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല. പക്ഷെ ഒരാൾ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൻ്റെ പേരായി കമ്പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്പാഷന് വേണ്ടിയുള്ളൊരു നിലവിളി കൂടി ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാതെയും കാണാതെയും പോകരുത്. ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്നോടൊപ്പം ഉണർന്നിച്ചുകൂടാ? മേരിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നില്ലേ? അവരുടെ ഏറ്റവും വലിയ കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് കാനായിലെ വീട്ടുകാരോട് കാണിച്ച
ഒരു ശ്രദ്ധയൊന്നുമല്ല. അവരുടെ ഏറ്റവും വലിയ കമ്പാഷൻ എന്ന് പറയുന്ന ഒരൊറ്റ വാക്കാണ്, അവൾ കുരിശിൻ ചുവട്ടിൽ നിന്നു. ഒരു ചെറിയ പെൺകുട്ടി നിങ്ങൾക്കുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കാതുകുത്തുന്ന കാണാൻ പോലും ധൈര്യമില്ലാത്ത അച്ഛനും അമ്മയൊക്കെയാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ എത്ര വേഗത്തിലാണ് ആ വാക്കിങ്ങനെ വായിച്ചെടുക്കുന്നത്. അവൾ കുരിശിൻ ചുവട്ടിൽ നിന്നു. ഒറ്റമുറിവായിട്ട് തൻ്റെ മകൻ കടന്നു പോകുമ്പോൾ അവൻ്റെ വിധിക്കകത്ത്, അവൻ്റെ ഗതിയിൽ കാര്യമായിട്ടൊരു വ്യതിയാനവും നൽകാനാവാത്ത ഒരു സാധു സ്ത്രീ കാട്ടിയ ധൈര്യം ഈ കുരിശിൻ ചുവട്ടിൽ നിൽക്കുക എന്നുള്ള. അപ്പോൾ ഈ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. ഈ 3 ശിഷ്യന്മാരുടെ പേരൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. ആ 3 ശിഷ്യന്മാർ ഇതിനു മുമ്പ് വരുന്നത് താബോർ മലയിൽ വെച്ചാണ്. അന്ന് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, നിദ്രാവിവശരായിരുന്നിട്ടും അവിടെ ഉണർന്നിരുന്ന് അവൻ്റെ മഹത്വം കണ്ടു. കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ഉറക്കമൊക്കെ വരുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ വലിയൊരു മഹത്വത്തിൻ്റെ ഒരു കാഴ്ച കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ ഉണർന്നത് കാണാനായിട്ട് ശ്രദ്ധിച്ചു. അങ്ങനെ ഉണർന്നിരിക്കുമെന്നൊക്കെ കരുതിയ, ഉറക്കം വന്നിട്ട് ഉണർന്നിരിക്കുന്ന കരുതിയ ശിഷ്യരാണ് ഇപ്പോൾ തനിക്ക് ആവശ്യമുള്ളൊരു രാത്രിയിൽ ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി പോവുക. മനുഷ്യരുമായി ബന്ധപ്പെട്ട വലിയൊരു ഫെയ്റ്റ് കൂടി അതിനകത്ത് കിടപ്പുണ്ട്. ദിവസം അടയാളപ്പെടുത്തുന്ന ആദ്യത്തെ ദുഃഖം തന്നെയായിരിക്കും മനുഷ്യൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ദുഃഖം. ദ മാൻ വാസ് ലോൺലി. മാൻ വാസ് ലോൺലി. മനുഷ്യൻ്റെ ഏകാന്തത, മനുഷ്യൻ്റെ ഒറ്റപ്പെടൽ. ആ ഒറ്റപ്പെടലിനകത്ത് ഈ ഉണർന്നിരിക്കാൻ ധൈര്യമുള്ളവർക്ക് വേണ്ടി, ഉണർന്നിരിക്കാൻ മറന്നുപോയവർക്ക് വേണ്ടിയുള്ള ഓർമ്മപ്പെടുത്തലൊക്കെ ആയിട്ട് ഈ നോമ്പ് കാലത്തെ കണ്ടാൽ നല്ലതാണ്. അതിന് പ്രാർത്ഥന കൂടി ഒന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റണമേ. ആ പാനപാത്രത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. യഹൂദരുടെ ഭക്ഷണമേശയിൽ ഇങ്ങനെ 4 ചെറിയ പാത്രത്തിൽ ഇങ്ങനെ വീഞ്ഞ് വിളമ്പുമായിരുന്നു. ഈ 4 കാര്യങ്ങൾക്കും 4 സിഗ്നിഫിക്കൻസ് ഉണ്ട്. 4 അർത്ഥ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ 4 ഓർമ്മകളാണ്, 4 പ്രാർത്ഥനകളാണ്, 4 അനുഗ്രഹങ്ങളാണ്. അതിൽ 3-ാമത്തെ പാനപാത്രം നമ്മൾ ഈ കുർബാനയിലൊക്കെ കേൾക്കുന്ന ഒന്നാണ്, കൃതജ്ഞയുടെ പാനപാത്രം. അതെടുത്ത് വാഴ്ത്തി 4-ാമത്തെ പാനപാത്രത്തിനകത്തൊരു വേദന ഇങ്ങനെ മറഞ്ഞിരിപ്പുണ്ട്. പൂർത്തീകരണത്തിൻ്റെ പാനപാത്രം എന്നോ വേദനയുടെ പാനപാത്രം എന്നൊക്കെ പറയുന്നതാണ് 4-ാമത്തെ ഒരു പാനപാത്രം. അത് ബാക്കിയുള്ളവർക്ക് ഈ പാനപാത്രം വാഴ്ത്തുക, പങ്കിട്ട് ഭക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് ഇമിനൻ്റായിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു ക്ലേശത്തിൻ്റെയും ഒരു പീഡയുടെയും മരണത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് 4-ാമത്തെ പാനപാത്രം. ആ പാനപാത്രം അവിടുന്ന് എടുത്തില്ല, വാഴ്ത്തിയില്ല എന്നൊക്കെ ഉള്ളതാണ് ഒരു 4-ാമത്തെ കോപ്പ എന്ന് പറയുന്ന ഒരു പഠനത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. 4th കപ്പ്. നിങ്ങൾക്കും അത് ഇങ്ങനെ വായിച്ചൊക്കെ എടുക്കാവുന്നൊരു കാര്യമാണ്. ആ പാനപാത്രത്തെക്കുറിച്ചാണ് യേശു പ്രാർത്ഥിക്കുന്നത്. കഴിയുമെങ്കിൽ ആ പാനപാത്രം എടുത്തു മാറ്റണമേ. അങ്ങനെ തനിക്ക് പാനപാത്രം നൽകപ്പെട്ട, തൻ്റെ പാനപാത്രം എടുത്തു മാറ്റണമെന്ന് ഒരാൾ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച രാത്രിയിൽ അയാൾക്ക് കൂടെ ഇരിക്കുന്നു പറയുന്ന മനുഷ്യർ ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി പോവുകയാണ്. യേശു ഒരു തരത്തിലും അതിനെ കുറ്റപ്പെടുത്തുന്ന പോലുമില്ല. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ഇതിലേക്കൊക്കെ വഴുതി പോകുന്ന അവിടത്തേക്ക് അറിയാം. പക്ഷെ അത് കൂടെ പാർക്കുന്നവർ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണർന്നിരിക്കാത്ത നമുക്കുള്ള നീതീകരണമല്ല. കണ്ട ചിന്തയെ ഒറ്റ വാക്കിൽ നമുക്കൊന്ന് ചുരുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ആത്മാവിൻ്റെ വസന്തകാലമാണ്. ഒരു നുള്ളു ചാരത്തിൽ നിന്ന് ഇങ്ങനെ ഒരു തീനാളത്തിലേക്കുള്ള ഒരു 19 ദിവസം. എന്തൊക്കെയാണ് നിങ്ങളുടെ ആളിക്കെത്താൻ പോകുന്നത്? അതിൽ നിശ്ചയമായിട്ടും നിങ്ങൾ മറന്നുപോയ, ചാരം മൂടിയ കരുണയുടെയും ഈ പറഞ്ഞ നീതിബോധത്തിൻ്റെയും ഒക്കെ കനൽ കൂടി ഉണ്ടാവണം. താങ്ക് യു. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.